മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയം പരിശോധിക്കുന്നതിനായിട്ട് ROV മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ട്രയൽ റൺ പൂർത്തിയായി. ഇപ്പം പരിശോധന ഇനി 10 ഘട്ടങ്ങളായിട്ട് പരിശോധന, ഏകദേശം 10-12 ദിവസത്തോളം ഈ പരിശോധന ഉണ്ടാകും. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നടത്തിയപ്പം ആ മെഷീൻ കംപ്ലൈൻ്റ് ഒന്നും നടത്താൻ പറ്റിയില്ല. രണ്ടാമത് ഇപ്പം വിദേശത്ത് നിന്ന് മെഷീൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നടത്താൻ തുടങ്ങിയിരിക്കും. അപ്പം ഇതിന് മുന്നേ നമ്മൾ നടത്തിയപ്പം അകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തെളിഞ്ഞതുമാണ്, കോടതി നമ്മൾ ബോധിപ്പിച്ചതും. അന്നേരം പാണ്ഡ്യകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്രാവശ്യം ഇത് എങ്ങനെയാണെന്നുള്ളത് തമ്പുരാൻ മാത്രം അറിയാം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ പൊട്ടിപ്പൊളിച്ച് താഴെ വീണ് നമ്മുടെ ഒട്ടുക്കം കണ്ടിട്ടേ പാണ്ഡ്യക്ക് തൃപ്തിയാവുകയുള്ളൂ, എന്നാലേ പാണ്ഡ്യ അംഗീകരിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം പരിശോധന ഏകദേശം ഒരു 10-12 ദിവസത്തോളം ഉണ്ടാവുമെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നിലവിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം പാണ്ഡ്യ വീണ്ടും പഴയ പോലെ വാളും പരിചയമായിട്ടിറങ്ങും. പക്ഷേ അത് മീൻസ് അതിന് അപകടം ഉണ്ടെങ്കിൽ അത് പൊളിച്ച് പണയേണ്ടത് നമ്മുടെയൊക്കെ ജീവൻ ആവശ്യമാണ്. അത് പക്ഷേ നമുക്ക് അത് അവന്മാർക്ക് മനസ്സിലാകില്ല. കാരണം ഈ സാധനം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരുടെ കളി നടക്കുകയല്ലോ. അതറിയാവുന്നതുകൊണ്ട് പാണ്ഡ്യ വീണ്ടും വടിയും കോപ്പുമൊക്കെ വരും. പക്ഷേ ഇനിയെങ്കിലും നമ്മളത് കണ്ട് പ്രതികരിച്ചില്ലെങ്കിലുണ്ടല്ലോ നമുക്കൊക്കെ വലിയ ദോഷമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 12 ദിവസം കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് അറിയാം.